ഒന്നിൻ്റെ പേര് അൽ അക്സ മോസ്ക് എന്നാണ്. മറ്റൊന്നിൻ്റെ പേര് ഒമറിൻ്റെ പള്ളി, ഡോം ഓഫ് ദ റോക്കാണ്. ഈ ഡോം ഓഫ് ദ റോക്കും അൽ അക്സയും ഒരേ കോമ്പൗണ്ടിലാണ്. ഇത് രണ്ടും ഇസ്ലാമിക ദേവാലയങ്ങളാണ്. അവർക്ക് വരാൻ നിസ്കരിക്കാം, മറ്റാർക്കും പ്രവേശനമില്ല. പക്ഷെ പ്രശ്നം അതല്ല, എത്ര പേരിവിടെ നിസ്കരിക്കാൻ വരും അതിൻ്റെ 10 മടങ്ങരട്ടി സൈന്യം നീക്കിയ യഹൂദൻ്റെ. നിസ്കരിച്ചോണം പോകണം, വേറെ പരിപാടിയൊന്നും പറ്റില്ല, കലാപരിപാടിയൊന്നും പറ്റില്ല. ആ കലാപരിപാടി മതി, പുതിയതൊന്നും വേണ്ട. അത് അവനും അറിയാം എന്തൊക്കെ ഇവിടെ ചെയ്യും, അത് കഴിയും പുറത്ത്. ഇതാണ് അവിടുത്തെ പ്രശ്നം. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? എന്നാൽ ഒന്നുകൂടെ മനസ്സിലാക്കിയോ? ഇപ്പോൾ അതും വിട്ടു, അവരിവിടെ എല്ലാം അങ്ങ് പിടിച്ചു, അവരുടെ കാൽക്കീഴായി. അതാ പുതിയ സംഭവം. ഈ പുതിയ സംഭവം ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സ്ഥലം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി പ്രാർത്ഥിക്കാം. ഈ അൽ അക്സ മോസ്കിനും യെരുശലേമിനും ചുറ്റും ഇങ്ങനെ ഒരു പടുകൂറ്റൻ മതിലുണ്ട്. അത് പലയാവർത്തി പൊളിച്ചൊക്കെ കെട്ടിയതാണ്. പൊളിയാത്തൊരു ഭാഗം വിലാപമതിലാണ്. പലയാവർത്തി പൊളിച്ചെങ്കിലും, പല മതിലുകൾ പൊളിച്ചെങ്കിലും, ഈ യെരുശലേമിന് കിഴക്ക് ഒലിവുമലയെ ദർശനമാക്കിക്കൊണ്ട് ഒരു ഗേറ്റുണ്ട്. അതിൻ്റെ പേര് ഗോൾഡൻ ഗേറ്റ് എന്നാണ്. ഈ ഗോൾഡൻ ഗേറ്റ്, സുവർണവാതിൽ, യെരുശലേമിന് കിഴക്ക് ഒലിവുമലയ്ക്ക് അഭിമുഖം. ഇത് മാത്രം ഒരുത്തനും ഇതുവരെ പൊളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ അറബികളും യഹൂദന്മാരും ലോഹ്യത്തിലിരിക്കെ ഈ അറബികൾ ചോദിച്ചു, ഞങ്ങൾ പല ആവർത്തി ഇത് പൊളിക്കാൻ നോക്കി. ഓരോ കാലത്തും ഡിസംബർ 9, 1914 പൊളിക്കാൻ തുടങ്ങിയ കണക്കുണ്ട്. പലതും പൊളിച്ചിട്ടും ഞങ്ങൾക്കിത് മാത്രം പൊളിക്കാൻ പറ്റുന്നില്ല. എന്താണ് കാരണം? ഒരു റബി പറഞ്ഞു, ഇത് പൊളിക്കാൻ പോയിട്ട് തുറക്കാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്കും പറ്റില്ല. അവിടെ അടച്ച് സീൽ ചെയ്ത് വെച്ചിരിക്കുക, ആർക്കും കയറാനാകാതെ. പൊളിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ പറയാ, ഇത് ഒരുത്തനെ തുറക്കാൻ പറ്റൂ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ ഒരു ദിവസം ഇതുവഴി വരും. അവൻ്റെ മുമ്പിലെ ഈ വാതിൽ തുറക്കൂ. എൻ്റെ രഹസ്യം പറയാം. അടഞ്ഞു കിടക്കുന്ന മനുഷ്യൻ ബുൾഡോസറൊക്കെ കണ്ടുപിടിച്ചിട്ടേ കാലം ഇത്ര കഴിഞ്ഞിട്ടും പണ്ടടയപ്പെട്ട കഥകെ ഇനിയും തുറക്കാത്തതിൻ്റെ ഒരു കാരണം എസെക്കിയേൽ 44:1 മുതൽ വേഗത്തിൽ വായിക്കണം. എന്തുകൊണ്ട് ഈ കഥ കടഞ്ഞു കിടക്കുന്നു? ആർക്കും ഇത് തുറക്കാൻ കഴിയാതെ കിടക്കുന്നു. ഇത്രയും കാലം വളർന്നിട്ടും ആർക്കും തുറക്കാനാവാതെ അത് സീൽ ചെയ്തവിടെ വച്ചിരിക്കുന്നു. പൊളിക്കാനാവാത്തതിൻ്റെ രഹസ്യം